എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നയന ദേവയാനോട് ചോദിക്കുമല്ലോ, ഈ മുത്തശ്ശിക്ക് ഉമ്മയൊന്നും വേണ്ടേ എന്ന്. അന്നേരം എനിക്ക് ഇവളുടെ ഉമ്മയൊന്നും വേണ്ടാന്ന് വളരെ ഇഷ്ടക്കേടോടുകൂടി പറയുമ്പോൾ മുത്തശ്ശൻ ശാസിക്കുന്നുണ്ട് കേട്ടോ ദേവയാനെ. നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, ആ കുഞ്ഞിന് വിഷമമാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ അകത്ത് കലഹം ഉണ്ടാക്കാനാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുവാണ്, ഇതിൻ്റെ പേരിൽ കലഹം ഉണ്ടായി കോടതി പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആദർശിന് എതിരെ സാക്ഷി പറയാനായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത്. പിന്നീട് ആദർശ് ഈ ടെൻഷനൊക്കെ കാരണമാകാം കിരണിനെ പോയി കാണുന്നുണ്ട്. അന്നേരം കിരൺ പറയുവാണ്, നീ ചന്തുമോളോട് കുറച്ച് അകലം കാണിക്കുന്നുണ്ട് എന്ന് നയന എന്നോട് പറഞ്ഞായിരുന്നു. അതൊന്നും വേണ്ട, അതൊരു പാവം കുട്ടിയല്ലേ, അതിനെ നീ സ്നേഹിക്കണമെന്നൊക്കെ കിരൺ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ജലജ പറയുവാണ്, ഈ കുട്ടിയുടെ കാര്യം നവ്യയുടെ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല, ഇനി അവരറിയുമ്പോൾ എന്ത് പറയും, അവരോട് നമ്മൾ എന്ത് മറുപടി പറയും എന്നൊക്കെ ഇങ്ങനെ ജലജ വളരെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ജയൻ ദേവേനോട് പറയുവാണ്, നമ്മുടെ മോൻ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ചന്തുമോൾ ഒരു കുഞ്ഞു കുട്ടിയാണ്, അതിനോട് ഈ വെറുപ്പും ദേഷ്യവും നീ കാണിക്കരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ ഉപദേശവും എല്ലാം കേട്ടിട്ടാവാം ദേവേനി പോയി ആകെ വിഷമിച്ചിരിക്കുമ്പം ചന്തുമോൾ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ദേവേനെ കയ്യിൽ ഇങ്ങനെ പിടിക്കൂട്ടോ. അന്നേരം ദേവേനി ദേഷ്യപ്പെട്ട് മോളുടെ മുഖത്തോട്ട് നോക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന നയനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.